ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വെറും ഒരു കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് വെറും 15 മിനിറ്റ് കൊണ്ട് രാവിലെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇത് സൈഡെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി അപ്പമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ന്യൂ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവരുടെ ഗ്രൂപ്പിലേക്കും മാക്സിമം ഷെയർ ആക്കി കൊടുക്കുക. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 250 ml കപ്പിൽ ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മളെ ചോറില്ലേ അത് ഒരക്കപ്പ് അളവിലും ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങയും 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കി ബ്ലെൻഡാക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പം ഞാൻ എല്ലാം മൊത്തത്തിൽ അരച്ചെടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കലാണ്. ഇത് ഞാൻ അരച്ചെടുക്കുന്ന ടൈമിൽ എക്സ്ട്രാ 1/2 കപ്പ് അളവിലും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈമിൽ നിങ്ങൾ എത്രയാണോ പൊടി എടുത്തിന് അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് കറക്റ്റ് 250 ml ഒരു കപ്പ് അളവിലാണ് കേട്ടോ ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിന്. എന്നിട്ട് ഈ ഒരു തിക്നെസ്സിൽ ആക്കിയെടുക്കുക. ഒരുപാട് തിക്കാവറ് എന്നാൽ ഒരുപാട് ലൂസായി പോകാനും പാടില്ല. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത് നമ്മൾ സാധാരണ അപ്പെല്ലാം റെഡിയാക്കി എടുക്കൂലേ ആ ഒരു തിക്നെസ്സിൽ റെഡിയാക്കി എടുക്കുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഈ ഒരു തിക്നെസ്സിലാക്കിയെടുക്കുക കേട്ടോ. പിന്നെ ഒരുപാട് ലൂസായി പോയാലും നമുക്കിത് പെർഫെക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റൂല. അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ബൗളിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും അതേപോലെ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് രണ്ടും കൂടി നല്ലോണം മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാ ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അപ്പം ഇല്ലേ സൈഡെല്ലാം നല്ല ക്രിസ്പിയായി നല്ല സോഫ്റ്റായി കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി മൊത്തത്തിൽ ഒരു 1-2 മിനിറ്റ് വരെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് വെക്കുക. ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ബബിൾസ് എല്ലാം മൊത്തത്തിൽ ബബിൾസ് എല്ലാം ആയി വന്നിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ടൈമിൽ ഒരു 20-25 മിനിറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതിൽ കൂടുതൽ വെക്കണമെന്നില്ല. ഇനിയിപ്പം നമുക്കിത് റെഡിയാക്കി എടുക്കുക. ആദ്യം ഈ ഒരു പാത്രം നല്ലോണം ചൂടാക്കി എടുക്കുക. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ സാധാ അപ്പെല്ലാം ചുട്ടെടുക്കുന്ന പോലെ തന്നെയാണ്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. എന്നിട്ട് ഇതേപോലെ അത്യാവശ്യം ചെറുതായിട്ടൊരു ബബിൾസ് എല്ലാം വരാൻ തുടങ്ങുന്ന ടൈമിൽ നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കി എടുക്കുക. അപ്പോൾ ഒരു 4-5 മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പൺ ആക്കി എടുത്തേരം നല്ല പെർഫെക്റ്റായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ വേണം കേട്ടോ റെഡിയാക്കി എടുക്കാൻ. എന്നാലാണ് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. ഇതിൻ്റെ സൈഡെല്ലാം കണ്ടാൽ നല്ല ക്രിസ്പിയായി ഉള്ളെല്ലാം ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇനിയിപ്പം അതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ മൊത്തത്തിലങ്ങ് റെഡിയാക്കി എടുക്കലാണ്. ഭയങ്കര സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ആർക്കായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമെല്ലാം എളുപ്പത്തിൽ അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അപ്പമാണ് കേട്ടോ ഇത്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും.
അതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ മൊത്തത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സിമ്പിളല്ലേ ഇതുണ്ടാക്കിയെടുക്കാൻ, അടിപൊളി ടേസ്റ്റുമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമെല്ലാം എളുപ്പത്തിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഷെയർ ആക്കി തന്നിട്ടുള്ളത്. പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റും. നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടല്ലേ ഉണ്ടാക്കീനി, അപ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഉള്ളിലെല്ലാം നല്ല സോഫ്റ്റായിട്ട് സൈഡെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് അടിപൊളിയേനു. ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ ഉണ്ടാക്കീന്. അതും ഞാൻ ഡീറ്റെയിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേപോലെ നല്ല അടിപൊളി റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. ബൈ.